Hi friends, welcome back to my channel. This is our video Inalsa stand mixer unboxing and review. I have a stand mixer on Amazon Great Indian Festival. I have a stand mixer. Now, rate link in the description box. This is a box stand mixer. This box is a box. This product packaging കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു നമ്മൾ ഈ ആമസോണിൽ നിന്നൊക്കെ ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് പ്രോഡക്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല അവർ എത്ര സേഫ്റ്റി ആയിട്ട് അത് കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് എന്തെങ്കിലും ഡാമേജ് പറ്റുമെന്നൊക്കെ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട ഈ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിലാണ് അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ദാണ്ടെ ഇതുപോലെ തെർമോക്കോൾ ഒക്കെ വെച്ചിട്ട് അതിങ്ങനെ മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള പാക്കിംഗ് ആയിരുന്നു അതിനകത്തൊന്നും ടെൻഷൻ ഒന്നും വേണ്ട This product order കൊടുത്ത സമയം തൊട്ട് ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു എന്നാ വരുന്നെന്നുള്ളത് കാരണം ഏതൊരു ഹോം ബേക്കറിന്റെ ആഗ്രഹമാണ് ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ കേക്കിന്റെ ഓർഡർ ഒക്കെ ഇങ്ങനെ കൂടി വരുമ്പോൾ അപ്പോൾ നമ്മുടെ ജോലിയും കൂടി വരുമല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കും ഒരു സ്റ്റാൻഡ് മിക്സർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പകുതി ജോലി ഒന്ന് കുറഞ്ഞു കിട്ടിയെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ ഞാനും അതുപോലെ തന്നെ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് കുറേ ഓൺലൈനിൽ നോക്കുന്നുണ്ടായിരുന്നു റിവ്യൂസ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് പിന്നെ വാങ്ങാന്നുള്ള രീതിയിൽ മാറ്റി വെച്ചേക്കുമായിരുന്നു അത് മാത്രമല്ല ഇത്രയും രൂപ ഇപ്പം 12500 ആണ് ഞാൻ വാങ്ങിയത് എന്നാലും ഇതിനേക്കാളും റേറ്റ് കൂടുതലാണ് അല്ലാത്ത സമയത്തൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ ഇത് ഇത്രയും രൂപയ്ക്കുള്ളത് ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഒരു മാസം യൂസ് ചെയ്തിട്ട് പറയുകയാണ് നല്ല യൂസ്ഫുൾ ആണ് നമ്മുടെ പകുതി ജോലി കുറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട തീർച്ചയായിട്ടും വാങ്ങിക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഇതിന്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കിട്ടുന്നുണ്ട് അത് കൂടാതെ ഇതിന് 2 വർഷത്തെ വാറന്റി പീരീഡ് ആണുള്ളത് അപ്പോൾ അത് കൂടാതെ ഫ്രീ ആയിട്ട് ഒരു 6 മാസം കൂടെ നമുക്ക് വാറന്റി കിട്ടുന്നുണ്ട് ഞാനിത് അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് മോള് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വരാനായിട്ട് ഇത്രയും ഇങ്ങനെ കാത്തിരിക്കുന്ന എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് ഇവിടെ ഹസ്ബൻഡും മോളും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു അവർക്കും ഇതെന്താണെന്നുള്ളത് കാണണം ഞാൻ എൻ്റെ ജോലി ഭാരം പകുതി കുറയുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്ര സന്തോഷം ഇവർക്ക് എന്തിനാണ് ഇത്ര സന്തോഷം എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സച്ചിൻ കൂടെ വന്നിട്ട് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു വേണ്ട നീ ഇത്രയും കാത്തിരുന്നില്ലേ കുഴപ്പമില്ല ഇന്ന് തന്നെ അൺബോക്സിങ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കുക എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും മോളും കൂടാണ് അൺബോക്സിങ് ചെയ്തത് ഇപ്പോൾ ദാണ്ടെ ഇതിൻ്റെ കൂടെ ഒരു ബൗൾ കിട്ടുന്നുണ്ട് 6 ലിറ്ററിൻ്റെ അത് കൂടാതെ നമുക്ക് ബീറ്റ് ചെയ്യാനൊക്കെയുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലിഡ് വരുന്നുണ്ട് ആ ലിഡ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കേക്ക് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതൊക്കെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ട് അതുമെല്ലാം ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് വിസ്കിംഗ് കോണാണ് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രീമും ഒക്കെ ബീറ്റ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്തിട്ടാണ് ഇത് ഡോ ഹൂക്കാണ് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രെഡിനൊക്കെയുള്ള മാവ് മിക്സ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ പിസയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് മിക്സിംഗ് ബീറ്ററാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഈ ഒരു ഹൂക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ഒരുപാട് വലുതൊന്നും അല്ല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെക്കണമെങ്കിലൊക്കെ വെക്കാം പിന്നെ നമുക്കൊരു ഡൗട്ട് കാണും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രെഡിനൊക്കെയുള്ള മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഇത് കിടന്ന് കുലുങ്ങോ എന്നൊക്കെ ഒരു ഡൗട്ട് കാണും ഇല്ല ഒന്നുമില്ല ഇതിൻ്റെ അടിയിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിങ്ങനെ ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മൾ ടൈലിലോ ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് അനങ്ങത്തേ ഇല്ല നമ്മൾ അവിടുന്ന് പൊക്കി എടുക്കാനായിട്ട് കുറച്ചിങ്ങനെ പ്രയാസപ്പെട്ട് പൊക്കി എടുക്കത്തില്ലേ അത് കണക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല ഒട്ടി അവിടെ ഇങ്ങനെ ഇരിക്കും ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിങ്ങനെ ബൾബ് ഇട്ട് കൊടുക്കത്തില്ലേ ആ ഒരു രീതിയിലാണ് ഇതിലോട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ബൗളായാലും വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഇങ്ങനെ ആരോ പോലെ കാണിച്ചിട്ടുണ്ട് ആ ഒരു ആരോയിലോട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കണം ഊരിയെടുക്കുന്ന സമയത്തായാലും ലോക്ക് ഇതുപോലെ അഴിച്ചിട്ട് വേണം ബൗൾ ഊരിയെടുക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് ദാണ്ടെ ഡോ ഹൂക്ക് ആയാലും മിക്സിംഗ് ബീറ്റർ ആയാലും വിസ്കർ ആയാലും ഒക്കെ ഏത് സ്പീഡിലാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ലിഡും കൂടെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു ലിഡ് യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് ലിഡ് ആദ്യം വെച്ച് കൊടുത്തിട്ട് വേണം നമ്മുടെ ആ ഒരു വിസ്കിംഗ് കോണായാലും എന്തായാലും നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലോട്ടൊക്കെ തെറിച്ച് പോവാതിരിക്കാനാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം ഉള്ളത് ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യാറില്ല
ഇതിപ്പോൾ ദാണ്ട് പിറ്റേ ദിവസമാണ്, ഇന്നാണ് നമ്മുടെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ സച്ചു ഇല്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പുതിയൊരു സാധനമൊക്കെ വാങ്ങിക്കുമ്പം വീട്ടിലെല്ലാവരും കൂടെ നിന്നിട്ടൊക്കെ യൂസ് ചെയ്ത് നോക്കുന്നല്ലേ. എനിക്ക് അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഇഷ്ടം. അപ്പോൾ സച്ചു വന്നു കഴിഞ്ഞിട്ട് പിറ്റേന്ന് എനിക്ക് 1 kg ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 എഗ്ഗ് ഞാൻ അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ലൈറ്റ് കത്തുന്നില്ല. ഈ ഒരു സംഭവം ഇങ്ങനെ താത്ത് കഴിഞ്ഞാൽ മാത്രമേ ലൈറ്റ് കത്തൂ. ഇപ്പോൾ പൊങ്ങിയിരുന്ന് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആണെങ്കിൽ ലൈറ്റ് കത്തത്തില്ല. ഇനിയിപ്പോൾ ദാണ്ട് ഞാൻ സ്പീഡൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം സ്ലോ സ്പീഡിലാക്കി, പിന്നെ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലോ ആയിട്ടല്ല ഹൈ സ്പീഡിൽ തന്നെ ചെയ്യണം. അപ്പോൾ ദാണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആദ്യമല്ലേ, അപ്പോൾ എങ്ങനെയാണെന്ന് ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു സാധനം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ പതുക്കെ ആക്കി കൊടുത്ത് പിന്നെ നല്ല സ്പീഡ് ഇങ്ങനെ കൂട്ടിക്കൊടുത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബീറ്റർ വെച്ച് യൂസ് ചെയ്യുമ്പം മുട്ടയൊക്കെ നന്നായിട്ട് പതിഞ്ഞ് പൊങ്ങിയൊക്കെ വരാറുണ്ടെങ്കിലും ഇത്രയും ഒരു സ്പീഡിൽ അല്ലെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. നമ്മൾ നേരത്തെ വാങ്ങിക്കേണ്ടേ ആയിരുന്നു എന്ന് തോന്നിപ്പോവും. അപ്പോൾ അതാണ്ട് പെട്ടെന്ന് തന്നെ കണ്ടോ ഇതിങ്ങനെ ക്രീമി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്ത പഞ്ചസാര പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അതും ഇങ്ങനെ ഞാൻ ഈ ലിഡ് വെച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു സമയത്ത് ഫസ്റ്റ് യൂസ് ചെയ്യല്ലേ, അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാന്നുള്ള രീതിയിലാണ് ആ ഒരു ലിഡ് വെച്ച് കൊടുത്തത്. പിന്നെ ഞാൻ ഒരിക്കലും വെച്ച് കൊടുത്തിട്ടില്ല. ഇപ്പോൾ 1 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറേയില്ല. അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കുക. അതിൻ്റെ ആവശ്യമില്ല. കാരണം 2 കിലോ ഒക്കെ ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ പോലും അതങ്ങനെ തെറിച്ചൊന്നും പുറത്തോട്ട് പോകുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ആ ലിഡ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും ആ പഞ്ചസാരയൊക്കെ സൈഡിലൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനതെടുത്ത് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കത്ര ഒരു രസം തോന്നിയില്ല അത് വെച്ചിട്ട്. അപ്പോൾ ഞാനെടുത്ത് മാറ്റി. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഈ ഷുഗറൊക്കെ ഇട്ട് കൊടുക്കുന്ന ഹസ്ബൻഡാണ്. കാരണം ഈ ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിക്കുന്നതിനേക്കാളും മുമ്പ് ഹാൻഡ് ബീറ്റർ വെച്ചിട്ടല്ലേ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയ കേക്കിൻ്റെ ഓർഡറൊക്കെ വരുമ്പോൾ സച്ചു എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നത് ബീറ്റ് ചെയ്യാനായിട്ട്. ക്രീം ആയാലും എഗ് ആയാലും എല്ലാം ബീറ്റ് ചെയ്തിരുന്ന സച്ചുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ സച്ചുവിന് ജോലിയില്ലല്ലോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കൊടുത്തതിൻ്റെ ജോലി ഞാൻ രാജിവെക്കുകയാണെന്നും പറഞ്ഞിട്ട് അതാണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിക്കുന്നതിനേക്കാളും മുമ്പ് ഞാനിങ്ങനെ സ്റ്റാൻഡ് മിക്സർ ഉള്ളെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എഗ്ഗ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സമയത്ത് പോയിട്ട് നമുക്ക് ഷുഗർ പൊടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഓരോരോ കാര്യങ്ങളും പെട്ടെന്ന് വേറെ ഓർഡറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് അടുത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ തന്നെ നിന്ന് അവിടെ ചെയ്യണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ തോനെ കേക്കിൻ്റെ ഓർഡറൊക്കെ ഉള്ളപ്പോൾ സച്ചുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സച്ചു എനിക്കിപ്പോൾ സ്റ്റാൻഡ് മിക്സറിൻ്റെ ആവശ്യമുണ്ട് പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് മുട്ട എടുത്ത് സച്ചുവിൻ്റെ കൊടുക്കും. അപ്പോൾ സച്ചു അവിടെ നിന്ന് ബീറ്റ് ചെയ്യും. അപ്പം പിന്നെ ഞാൻ അന്നേരം പോയി ഷുഗർ പൊടിച്ചുകൊണ്ടിരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ സച്ചുവിന് ജോലിയില്ലാത്ത സമയത്ത് മാത്രമേ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റൂ. അല്ലാത്തപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് വേറൊരു കാര്യം. ഇപ്പോൾ എന്തായാലും ഈ സ്റ്റാൻഡ് മിക്സർ വന്നതിന് ശേഷം എൻ്റെ പകുതി ജോലി അടുക്കളയിലെ കുറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ദാണ്ടേ ഈ ഒരു ഷുഗറും എഗ്ഗും കൂടെ നമ്മൾ ബീറ്റ് ചെയ്തില്ലേ, ഒരു 4 എഗ്ഗ് ബീറ്റ് ചെയ്തപ്പോൾ തന്നെ ഇത്രയും ആ ഒരു പാത്രത്തിൻ്റെ കണ്ടോ അത്രയും പകുതി ഭാഗത്തോളം തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അല്ലാതെ ഹാൻഡ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും വരുമോ എന്ന് ചോദിച്ചാൽ ഇത്രയും വരത്തില്ല. നമ്മൾ കുറേ സമയം നിന്ന് ബീറ്റ് ചെയ്യണം. അപ്പം ഇത് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കണം. ഞാനിപ്പോൾ 1 മാസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇനിയിപ്പോൾ ദാണ്ടേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു വിസ്കിംഗ് കോൺ ഉണ്ടല്ലോ അത് മാറ്റണം. അത് മാറ്റിയിട്ട് മിക്സിംഗ് ബീറ്റർ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിൽക്കും കൂടെ അല്ലേ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിംഗ് ബീറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ദാണ്ടേ മിക്സിംഗ് ബീറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ മിൽക്കും കൂടെ ഇങ്ങനെ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം, പിന്നെ മിൽക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിൽക്കും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പൊടിയൊക്കെ ആ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അതുപോലെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ദാണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ നടുക്കോട്ടാക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ പൊടി കട്ട പിടിച്ച് കിടക്കത്തില്ല, അതുപോലെ കിടക്കും. അതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല. അതിനേക്കാളും കൂടുതൽ അളവിൽ ബാറ്റർ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 8 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പകുതി ഭാഗമൊക്കെ അല്ലേ വരുന്നത്. അതിനേക്കാളും കുറച്ചുകൂടെ മുകളിലോട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല കേക്ക് കുറച്ച് ഹൈറ്റിൽ കിട്ടുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പം ജോലിഭാരം കുറയ്ക്കുന്നത് മാത്രമല്ല കേക്ക് നല്ല ഹൈറ്റിൽ കിട്ടുന്നതുകൊണ്ട് അതും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പിസയുടെ ഡോവ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ചപ്പാത്തിക്കുള്ള മാവ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ക്രീം ഉണ്ടല്ലോ, ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കവറ് ഫുള്ള് ക്രീം ഇതിൽ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, 1/2 kg കേക്ക് ഇതിൽ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം അങ്ങനെ സ്റ്റാൻഡ് മിക്സറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് 1/2 kg ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് 1/2 kg കേക്കിൻ്റെ ഒരു ഓർഡർ വന്ന സമയത്ത് ഞാൻ വിചാരിച്ച് എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ബീറ്റർ ഉണ്ടല്ലോ, 1/2 kg ഒക്കെ വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ എന്തായാലും ഡൗട്ട് ഒന്ന് മാറ്റാവല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കി. നല്ല അടിപൊളിയായിട്ട് 1/2 kg കേക്ക് നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ ബീറ്റ് ചെയ്തെടുക്കാം, ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ദാണ്ടെ ഇത് കണ്ടില്ലേ, ഞാൻ പിന്നീട് 1/2 kg കേക്ക് ചെയ്ത് നോക്കിയ സമയത്ത് 2 എഗ്ഗ് വെച്ചിട്ട് അത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. കാരണം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമല്ലോ 1/2 kg കേക്ക് ബീറ്റ് ചെയ്യുമ്പം എത്രയും ഉണ്ടോ. ഇതിപ്പോൾ നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ ഷുഗർ ഇട്ട് കഴിഞ്ഞിട്ട് എത്രയാണ് വരുന്നതെന്നുള്ളതും ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട, 1/2 kg കേക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കിതിനകത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെന്താ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.